Action. Welcome to Help RN. My name is Sini Shiju. NCLEX RN സെൽഫ് സ്റ്റഡി ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഹൈപ്പർ കലീമിയ. ഹൈപ്പർ കലീമിയ മീൻസ് ഹൈ പൊട്ടാസ്യം ഇൻ ദ ബ്ലഡ്. പൊട്ടാസ്യത്തിൻ്റെ നോർമൽ വാല്യൂ ആണ് 3.5 to 5 മില്ലി ഇക്വലന്റ് പെർ ലിറ്റർ. ഹൈപ്പർ കലീമിയ ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനാണ്. അടുത്തതായി ഹൈപ്പർ കലീമിയയുടെ കോസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് കോസാണ് എക്സസീവ് പൊട്ടാസ്യം ഇൻടേക്ക്. അതായത് പൊട്ടാസ്യം കണ്ടെയ്നിങ് ആയിട്ടുള്ള ഫുഡ് കൂടുതൽ കഴിക്കുക, പൊട്ടാസ്യം കണ്ടെയ്നിങ് മെഡിക്കേഷൻ സച്ച് ആസ് പൊട്ടാസ്യം സ്പെയറിങ് ഡയോറെറ്റിക്സ്, സോൾട്ട് സബ്സ്റ്റിറ്റ്യൂട്ട്, ഇതുകൊണ്ടൊക്കെ നമ്മുടെ ബോഡിയിൽ പൊട്ടാസ്യത്തിൻ്റെ ലെവൽ ഇൻക്രീസ് ആകാം. അടുത്ത റീസൺ ആണ് ഡിക്രീസ്ഡ് പൊട്ടാസ്യം എക്സ്ക്രീഷൻ. അതായത് കിഡ്നി ഡിസീസ്, എൻഡോക്രൈൻ ഡിസോർഡറായ അഡിസൺസ് ഡിസീസ്, ഈ കണ്ടീഷനിലൊക്കെ ഹൈപ്പർ കലീമിയ ആയിരിക്കും. അടുത്ത റീസൺ ആണ് മൂവ്മെൻറ്റ് ഓഫ് പൊട്ടാസ്യം ഫ്രം സെൽ ടു ബ്ലഡ്. സെല്ലിൽ നിന്ന് പൊട്ടാസ്യം ബ്ലഡിനകത്തോട്ട് മൂവ് ചെയ്യുക. എക്സാമ്പിൾ മാസീവായിട്ടുള്ള ടിഷ്യൂ ഡാമേജ്, അതിനൊരു എക്സാമ്പിളാണ് ബേൺസ്. ബേൺസിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഹൈപ്പർ കലീമിയ ആയിരിക്കും. അതുപോലെ തന്നെ അസിഡോസിസ്, അത് മെറ്റബോളിക് അസിഡോസിസ് ആണെങ്കിലും റെസ്പിറേറ്ററി അസിഡോസിസ് ആണെങ്കിലും ഹൈപ്പർ കലീമിയ ആയിരിക്കും. ഇത്രയൊക്കെയാണ് ഹൈപ്പർ കലീമിയയുടെ മെയിനായിട്ടുള്ള റീസൺസ്. അടുത്തതായി നമുക്ക് ഹൈപ്പർ കലീമിയയുടെ സൈൻസ് ആൻഡ് സിംറ്റം എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സൈൻസ് ആൻഡ് സിംറ്റം ആണ് ഡിക്രീസ്ഡ് ഹാർട്ട് റേറ്റ്, ഹൈപ്പോടെൻഷൻ ആൻഡ് ഡിസെറിതമിയ. ബ്രാഡികാർഡിയ കാർഡിയാക് അറസ്റ്റിലോട്ട് ലീഡ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതൊരു ലൈഫ് ത്രെട്ടനിങ് കണ്ടീഷനാണ്, പ്രയോറിറ്റി കണ്ടീഷനാണ്. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടതാണ് പൊട്ടാസ്യം ഇംബാലൻസ്. ഹൈപ്പോ കലീമിയയും അതുപോലെ തന്നെ ഹൈപ്പർ കലീമിയയും നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്യേണ്ടതാണ്. അതുപോലെ റെസ്പിറേറ്ററി ഫെയിലിയർ ഉണ്ടാവും. പിന്നെ ഡയേറിയ, അതായത് ഹൈപ്പർ ആക്റ്റീവ് ബവൽ സൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഡയേറിയ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. ഇവിടെയുള്ള ECG ചേഞ്ചസ് ആണ് ടോൾ പീക്ഡ് ടി വേവ്, ഫ്ലാറ്റ് പി വേവ്, വൈഡൻ QRS കോംപ്ലക്സ് ആൻഡ് പ്രൊലോങ്ഡ് PR ഇൻ്റർവെൽ. അടുത്തതായി എന്തൊക്കെയാണ് ഹൈപ്പർ കലീമിയയുടെ ഇൻ്റർവെൻഷൻ എന്ന് നോക്കാം. ആദ്യമായി തന്നെ നമ്മൾ പൊട്ടാസ്യം കണ്ടെയ്നിങ് മെഡിക്കേഷൻസ് എല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. ഓറൽ IV മെഡിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യുക. അതുപോലെ തന്നെ പൊട്ടാസ്യം റെസ്ട്രിക്റ്റഡ് ഡയറ്റ് ഇനിഷ്യേറ്റ് ചെയ്യുക. ഇനി ഹൈപ്പർ കലീമിയയുടെ മെഡിക്കേഷൻസ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് സോഡിയം പോളിസ്റ്ററൈൻ സൾഫോണേറ്റ്, ഓറൽ ഓർ റെക്ടൽ റൂട്ട്. ഇത് GI സിസ്റ്റത്തിലുള്ള പൊട്ടാസ്യത്തെ എലിമിനേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ IV കാൽസ്യം അഡ്മിനിസ്ട്രേഷൻ. IV കാൽസ്യം നമ്മൾ പറഞ്ഞു മയോകാർഡിയൽ ഇറിറ്റബിലിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി IV കാൽസ്യം അഡ്മിനിസ്റ്റർ ചെയ്യും. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു അസിഡോസിസ് ഉണ്ടാകുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് അഡ്മിനിസ്റ്റർ സോഡ ബൈകാർബണേറ്റ്. ഇനി അടുത്തതായി നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള മാനേജ്മെൻറ്റിന് ചെയ്യുന്നതാണ് D50 പ്ലസ് ഇൻസുലിൻ അഡ്മിനിസ്ട്രേഷൻ. ഇൻസുലിൻ സെൽസിനെ ഓപ്പൺ ചെയ്യുന്നു, അങ്ങനെ ബ്ലഡിനകത്തുള്ള പൊട്ടാസ്യം സെൽസിനുള്ളിലോട്ട് മൂവ് ചെയ്യുന്നു. അതുകൊണ്ട് D50 പ്ലസ് ഇൻസുലിൻ അഡ്മിനിസ്റ്റർ ചെയ്യും. ഇനി അടുത്ത മാനേജ്മെൻ്റ് ആണ് നെബുലൈസേഷൻ. ഇത്രയുമാണ് ഹൈപ്പർ കലീമിയയുടെ മാനേജ്മെൻറ്റ്. അപ്പോൾ ഓർക്കുക, ഹൈപ്പർ കലീമിയ ഒരു ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷനാണ്. പൊട്ടാസ്യം ലെവൽ ബ്ലഡിനകത്ത് കൂടിയാൽ കാർഡിയാക് അറസ്റ്റിനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ എന്താണ് ഹൈപ്പർ കലീമിയ എന്നും ഹൈപ്പർ കലീമിയയുടെ കോസസ്, സൈൻസ് ആൻഡ് സിംറ്റം, ഇൻ്റർവെൻഷൻ, ഇതാണ് നമ്മളിന്ന് നോക്കിയത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.